UDFിൻ്റെ പ്രകടന പത്രികയിൽ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള ഒന്ന്, മതസൗഹാർദ്ദം ഉറപ്പാക്കാൻ മിനിസ്ട്രി ഓഫ് ടോളറൻസ്, അതോടൊപ്പം സമാധാനത്തിനായി പീസ് ആൻഡ് ഹാർമണി വകുപ്പും സ്ഥാപിക്കുമെന്നുള്ളതാണ്. ഇതൊരു മിനിസ്ട്രി കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആ മിനിസ്ട്രി എത്രത്തോളം സമൂഹത്തിലേക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് വേറെ കാണേണ്ട കാര്യമാണ്. പക്ഷേ ഈ ഒരു മതസൗഹാർദ്ദം എന്നുള്ളതും സമൂഹത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതും UDF വളരെ കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ ഈ വിഷയത്തിൽ റീസെന്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രത്തോളം വർഗീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെള്ളാപ്പള്ളി പറഞ്ഞതാണെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങൾക്കിടയിൽ പിന്നെ LDF ഗവൺമെന്റിന്റെ പ്രഭ കെടുത്തി കളയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ പറഞ്ഞിട്ടുള്ള ജനങ്ങൾക്കിടയിലെ വർഗീയതക്കെതിരെ കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാടെടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ. അതിൽ മതസൗഹാർദ്ദം തകരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപക്ഷെ അതോറിറ്റികളായിട്ടുള്ള ആളുകളൊന്ന് ശബ്ദിച്ചിരുന്നെങ്കിൽ അവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്ന് ഇപ്പോൾ മദ്രസ ശമ്പളത്തിൻ്റെ വിഷയം, മദ്രസ ശമ്പളം സർക്കാർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിദ്വേഷം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളത് കൊടുക്കുന്നില്ല എന്ന് പറയാനെങ്കിലും ആ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു ശ്രമം നടത്തണ്ടേ? അവിടെ പിന്നെ ഒരുപാട് കഴിഞ്ഞ് അതൊരുപാട് വിഭജനം അല്ലെങ്കിൽ ഒരുപാട് വിദ്വേഷങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാക്കിയതിനു ശേഷം ഇവിടെ ആർക്കും അന്യായമായൊന്നും ലഭിക്കുന്നില്ല എന്നൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അത് അവസാനിക്കുന്ന വിഷയമല്ല. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി ഒരിക്കലും പറയേണ്ടായി കാന്തപുരാണ് ഗവൺമെന്റിനെ സർക്കാരിനെ ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാന്തപുരം പറയുന്നത് കേട്ടാണ് സർക്കാർ കൊണ്ടുപോകുന്നത്. അവിടെ ജസ്റ്റ് ഒന്നത് അങ്ങനെ അല്ല എന്ന് പറയേണ്ട ഭാഗത്ത് ആർക്കാണ്? സർക്കാരിനാണല്ലോ. അത് കാന്തപുര വിഭാഗമല്ല പറയേണ്ടത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ല പറയേണ്ടത്, അത് സർക്കാരാണ് പറയേണ്ടത്. അപ്പം അത്തരം സൈലൻസ് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ എന്താണ് ആ സൈലൻസിന്റെ ബാക്കിൽ നിന്നുള്ള ഫലം നമുക്കറിയില്ല, മനസ്സിലാകുന്നില്ല. ആ സൈലൻസ് ഒരുപാട് ആളുകളിൽ വിഭജനവും അതേപോലെ തന്നെ വിള്ളലും ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പം അത് ശരിക്കും മോണിറ്റർ ചെയ്യേണ്ട, ഫിൽട്ടർ ചെയ്യേണ്ട, സൈലന്റ് ആയി ഇരിക്കേണ്ടതില്ലാത്ത, ശ്രദ്ധിക്കേണ്ട, ഒഴിവാക്കേണ്ട, മതസൗഹാർദ്ദവും സമൂഹത്തിലെ ഹാർമണി നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മേഖല തന്നെയാണ്. അപ്പം അതിൽ UDFിൻ്റെ പ്രകടന പത്രികയിലുള്ള മിനിസ്ട്രി ഓഫ് ഹാർമണി ആൻഡ് പീസ് എന്ന് പറയുന്ന കാര്യം അങ്ങേയറ്റം ശ്ലാഘനീയമാണ്, അല്ലെങ്കിൽ അത് പ്രശംസനീയമാണ്. പക്ഷെ അത് നടപ്പിലാക്കേണ്ട വിധം, അത് പിന്നെ ഭരണത്തിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നവോത്ഥാന സമിതി പോലൊരു സമിതി അവിടെ ഉണ്ടായിരുന്നത് കൂടിയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അതെ, അതുപോലെ ഒരു മിനിസ്ട്രി ഉണ്ടാക്കിയിട്ട് പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരമില്ലാത്ത സാഹചര്യം. നവോത്ഥാന സമിതി ഉണ്ടാക്കുന്ന തന്നെ എല്ലാ മതങ്ങളിലെയും ആളുകൾ അതിലുണ്ട്. നവോത്ഥാനം സംഭവിക്കണം, മതസൗഹാർദ്ദം ഉണ്ടാവണം, അത്തരത്തിൽ സമൂഹത്തിൽ ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടാവരുത്, മതങ്ങളുടെ പേരിൽ ഭിന്നതകൾ ഉണ്ടാവരുത് എന്നൊക്കെയാണ് അതിന്റെ ലക്ഷ്യം. എന്നിട്ട് ആ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ വെള്ളാപ്പള്ളി നടേശനാണ്. അഥവാ ഓരോ മാസം വന്ന് ഓരോ വിദ്വേഷം പറഞ്ഞു പോകുന്ന വെള്ളാപ്പള്ളി നടേശൻ 9 കൊല്ലമായിട്ട് പരിപാടി തുറന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അതിനെ ചെയർമാൻ ആക്കിക്കുന്നത്. അപ്പോൾ അതേപോലെ മിനിസ്ട്രി ഓഫ് പീസ് ആൻഡ് ഹാർമണി എന്നുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ആ മിനിസ്റ്ററിന്റെ തലപ്പത്തിൽ വിദ്വേഷമുള്ള ആളുകൾ കൊണ്ടുവരുത്തുകയാണെങ്കിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായി നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഒരു അമേസിംഗ് ആയിട്ടുള്ള വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആവുന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവർ പറയാത്ത കാര്യങ്ങൾ, ഇവർ നമ്മളിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ നമ്മൾ ചർച്ച ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ശ്രദ്ധ വരാത്ത മേഖലകൾ, അതും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറയാത്ത കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ വിഷയം ആഗോള പൊളിറ്റിക്സായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഗോള പൊളിറ്റിക്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ LDFന് കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. കാരണം ഫലസ്തീൻ വിഷയം അതൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ UDFിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു നിലപാട് മിക്സഡ് ഒപ്പീനിയനാണ് വന്നിട്ടുള്ളത്. ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിൽ അവർക്കിടയിൽ തന്നെ ഒരു തർക്കം. കാരണം നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് UDFിന് നേതൃത്വം വഹിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തന്നെ മുമ്പ് കാലഘട്ടങ്ങളിൽ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതും നമുക്ക് പല സമയത്തും കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. അത് വെച്ചാൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അഥവാ ഇപ്പോൾ സ്വരാജിൻ്റെ ഒക്കെ ഒരു നിലപാട് അൺകണ്ടീഷണൽ, അവരെന്ത് ചെയ്താലും അവരുടെ കൂടെയാണെന്ന് പറയുന്ന, അൺകണ്ടീഷണലായിട്ട് അധിനിവേശത്തിന് ഇരയാകുന്ന, അതിന് പീഡനങ്ങൾക്കിരയാവുന്ന, വംശഹത്യക്കിരയാവുന്ന ആളുകളുടെ കൂടെയാണെന്ന് അതിനൊരു ആർജവം കാണിക്കാൻ പറ്റണം. അത് വോട്ട് ബാങ്കിൻ്റെ സ്വിങ്ങിനനുസരിച്ചോ മറ്റൊന്നും അത്തരം നിലപാടുകൾ മാറ്റുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആ നിലപാടിലെ വ്യക്തത അത് ഈ വിഷയത്തിലടക്കമുള്ള വിഷയങ്ങളിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനി കേരളത്തിലെ മറ്റു വർഗീയതയുടെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് LDFിൻ്റെ ഒരു പരാജയം കാണാൻ പറ്റും. അപ്പോൾ അവർ ഈ വിഷയത്തിലൊക്കെ നല്ല നിലപാടെടുത്തെങ്കിൽ, ഗ്ലോബൽ വിഷയത്തിൽ നിലപാടെടുത്തെങ്കിൽ പോലും അത് പ്രാദേശികമായിട്ടുള്ള കേരളത്തിൻ്റെ വിഷയത്തിൽ വരുന്ന സമയത്ത് വലിയൊരു പരാജയം കാണാൻ കഴിയും. ഇപ്പോൾ സജി അറിയാൻ്റെ പ്രസ്താവന നമുക്കറിയാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കാസർഗോഡും മലപ്പുറം ജയിച്ച ആളുകളുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അത് മുസ്ലിം പേരായി എന്നുള്ള അദ്ദേഹത്തിന് വലിയൊരു പ്രശ്നമായി. അതേപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് വർഗീയ പ്രസ്താവനകൾ പറഞ്ഞൊരു മനുഷ്യൻ. ആ മനുഷ്യനെ നമ്മുടെ ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം വേദി പങ്കിട്ടു, കാറിൽ കയറ്റി, അദ്ദേഹത്തിൻ്റെ നാവിൽ സരസ്വതി വിളയാടുന്നു എന്ന് പറയുന്നു. വർഗീയത പറഞ്ഞൊരു മനുഷ്യനെ. അതേപോലെ തന്നെ ഒരു ഫാദർ അദ്ദേഹം നാർക്കോട്ടിക് ജിഹാദിൻ്റെ ആരോപണം പറഞ്ഞ സമയത്ത് അന്ന് മന്ത്രിയായിരുന്ന VN വാസവൻ
അദ്ദേഹത്തെ വീട്ടിൽ പോയിട്ട് ആ ഒരു ഇത്രയും വർഗീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നാർക്കോട്ടിക് ജിഹാദ് കേരളം നടക്കുമെന്ന് പറഞ്ഞൊരു മനുഷ്യനെ വീട്ടിൽ പോയിട്ട് കാണുന്നു. വീട്ടിൽ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹം വലിയൊരു പണ്ഡിതനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് പുറത്തേക്ക് വന്ന് പറയുന്നു. അതേപോലെ തന്നെ എളവനം കരീം എന്ന് പറയുന്ന CPM-ന്റെ MP ആയിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹം റിക്രൂട്ട്മെന്റ് ജിഹാദ് നടക്കുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ ഇഷ്ടം പോലെ മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പം അതെന്തിനാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? ഈ മതേതര പാർട്ടിയായിരുന്ന മതേതര വിഭാഗമായിരുന്ന LDF അവരുടെ ഈ വിഷയങ്ങളിലെ സ്റ്റാൻഡുകൾ മാറ്റുകയോ കൺഫ്യൂസ്ഡ് ആവുകയോ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുകയോ ചെയ്യുന്നത് എന്തിനാണെന്നുള്ളത് സ്വാഭാവികമായിട്ട് പ്രസക്തമായ ചോദ്യമാണ്. ഒപ്പം തന്നെ UDF പോലത്തെ ഒരു മതേതര രംഗത്ത് നിൽക്കുന്ന ഗ്ലോബൽ പൊളിറ്റിക്സിൽ എന്ത് നിലപാടെടുക്കണമെന്ന് കൺഫ്യൂഷൻ കുറച്ച് മുമ്പ് വരെ ഇല്ലാതിരുന്ന ഒരു സംഘം, ഗാന്ധിയുടെ കാലം മുതൽ അതിനിടയിൽ ചില ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെ സമയം മുതൽ ഫലസ്തീനൊപ്പം അത്രയും ശക്തമായി നിന്ന ആളുകൾ എന്തുകൊണ്ട് ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ ഡിഫറൻസിലേക്ക് പോകുന്നു എന്ന ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ചോദിക്കേണ്ടതുണ്ട്. അവിടെ മതേതരത്വത്തിന് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ഒപ്പം നിൽക്കുന്നുള്ളതും വിദ്വേഷങ്ങൾക്കൊപ്പം എന്ത് നേട്ടത്തിനാണെങ്കിലും വോട്ട് ബാങ്ക് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് മുന്നിൽ വന്നാൽ പോലും വിദ്വേഷത്തിനൊപ്പം നിൽക്കില്ല എന്നുള്ളതും വർഗീയതക്കൊപ്പം നിൽക്കില്ല എന്നുള്ളതും അങ്ങനെ പറയുന്ന ആളുകളെ സ്വാഭാവികമായിട്ട് മാറ്റി നിർത്തുന്നുള്ളതും ഇരു മുന്നണികളിൽ നിന്നും നമുക്ക് ഉറപ്പ് വാങ്ങാൻ പറ്റണം. ആ ഉറപ്പുണ്ടെങ്കിലേ ഞങ്ങൾ നിങ്ങളെ ജയിപ്പിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരും എന്നുള്ളത് ഇരു മുന്നണികളോടും പറയാൻ കഴിയണം. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ ഒരു മനുഷ്യൻ, ആ മനുഷ്യ സ്വാഭാവികമായിട്ട് ഭരണം മാറിക്കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് UDF-ന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നേക്കാം. അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ്, BDJS എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവാണ്, അദ്ദേഹം NDA-യുടെ ഘടകകക്ഷിയാണ്. പക്ഷേ വെള്ളാപ്പള്ളിക്കോ SNDP-ക്കോ നിലവിൽ പ്രഖ്യാപിത രാഷ്ട്രീയ ആയിട്ടുള്ള അലൈകളൊന്നുമില്ല. അവരെന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇനി അവർ സഭയായിട്ട് UDF ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ ആയിരിക്കാം മേ ബി ഉണ്ടാവുക, അല്ലെങ്കിൽ അവർ ഇവരെ സപ്പോർട്ട് ചെയ്തേക്കാം. ആ വേളയിൽ ഇങ്ങനെ വിദ്വേഷം പറയുന്നയാൾ ആണ് അദ്ദേഹമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ആൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് നടപടി നിങ്ങൾ എടുക്കും? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? UDF-നോടാണെങ്കിലും LDF-നോടാണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള നടപടികൾ തുടരുമോ, ഇനിയും അത് കണ്ടിന്യൂ ചെയ്യുമോ എന്ന ചോദ്യം നമ്മൾ നിർബന്ധമായിട്ടും ചോദിക്കണം. രണ്ടാമത്തത് വിദ്വേഷ പ്രചാരണം നടത്തുന്ന പിന്നെ മീഡിയകൾക്കെതിരെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ സ്വീകരിക്കേണ്ട സമീപനമാണ്. ഈ രണ്ട് മുന്നണികൾക്കും അതിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം മറുനാടൻ മലയാളി പോലെയുള്ള ആളുകളോടൊപ്പം നിൽക്കുന്ന UDF-കാരെ നമുക്ക് കാണാൻ പറ്റും. അതിന് വലിയ ഉദാഹരണമാണ്. അതോടൊപ്പം തന്നെ വരുന്ന അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്ന അധികാരം കയ്യിലുണ്ടായിട്ടും നടപടി എടുക്കാതിരിക്കുന്ന സാഹചര്യം. അപ്പൊ അത് PV Anwar അടക്കം പല വിഷയങ്ങളിൽ PV Anwar എന്ന് പറയുന്ന ഇതിന് തൊട്ടുമുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന MLA ആയിരുന്ന മനുഷ്യൻ എന്തുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്ന് വയ്ക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ. ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഷാജൻ സ്കറിയെ പോലത്തെ അത്രയും വിദ്വേഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹം CPM-നെതിരെ വിദ്വേഷം പറയും, CPM-നെതിരെ പറയും, CPI-ക്കെതിരെ പറയും, ലീഗിനെതിരെ പറയും, കോൺഗ്രസിനെതിരെ പറയും, രാഹുൽ ഗാന്ധിക്കെതിരെ പറയും, അഥവാ രാജ്യം ഭരിക്കുന്ന NDA അല്ലാത്ത എല്ലാവർക്കും എതിരെ വിദ്വേഷം പറയും. അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യുന്നുള്ളത് കൃത്യമായി തങ്ങളുടെ ഒരു MLA ചൂണ്ടിക്കാണിച്ചിട്ട് നടപടി എടുക്കണം എന്ന് അത്രയും ഷാഠ്യം പിടിച്ച് പറഞ്ഞിട്ട് നടപടി എടുക്കാത്ത ശേഷം പിന്നീട് നടപടി എടുത്തു. പക്ഷേ നടപടി എടുക്കാതെ ഒരുപാട് കാലം വാശി പിടിച്ച, ഒരുപാട് കാലം അങ്ങനെ തന്നെ മുന്നോട്ട് പോയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇനി ഇതാണ് തുടരാൻ പോകുന്നത്? നിങ്ങൾ ഇത്തരത്തിൽ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇനിയും പിന്തുണ തുടരാൻ പോവുകയാണോ? അവർക്ക് വെറുപ്പ് യഥേഷ്ടം പറയാനുള്ള സാധ്യതയാണോ ഇനി ഒരുക്കാൻ പോകുന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ്. അതേപോലെ തന്നെ തിരിച്ചും രമ്യ ഹരിദാസിനെ പോലത്തെ ഒരാൾ ഇത്തരത്തിൽ ഒരു യൂട്യൂബർ ആയിട്ടുള്ള ആളുടെ കൂടെ അയാൾ അനുകൂലിക്കുന്ന വിധം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹത്തെ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് എടുത്ത നടപടി? അച്ചടക്ക നടപടി എടുത്തോ? തിരുത്തിയോ? ശാസന കൊടുത്തോ? അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞോ? അതിനെതിരാണ് നമ്മളെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അധികാരത്തിലേക്ക് എത്തിയാൽ ഈ ഹെയ്റ്റ് മോങ്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ നിലപാട് തന്നെയാണ് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ട്. അദ്ദേഹത്തെ പോലുള്ള അതേപോലെ തന്നെ ആരിഫ് ഹുസൈനെ പോലത്തെ ഒരുപാട് അത്തരത്തിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കെതിരെ എന്ത് നടപടി എടുക്കും? ഇപ്പോൾ മിനിസ്ട്രി ഓഫ് പീസ് ആൻഡ് ടോളറൻസ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി കൊണ്ടുവരുന്ന UDF പറഞ്ഞു, അതിനടിയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുമോ? ഇത്തരത്തിൽ ഹെയ്റ്റ് പറയുന്ന ആളുകളെ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്ന സൈബർ സ്പേസിൽ അവരെ ബ്ലോക്ക് ചെയ്യാൻ കഴിയുന്ന, അപ്പോൾ ഹെയ്റ്റ് സ്പീച്ചിനെതിരെയുള്ള ഒരു ബില്ല് കർണാടക കൊണ്ടുവന്നിരുന്നു. അതുപോലത്തെ ബില്ലുകൾ ഇവിടെ കൊണ്ടുവരുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഏത് മുന്നണികൾക്ക് അടുത്തുനിന്നാണെങ്കിലും അതിന് ഉറപ്പ് നമ്മൾ നിർബന്ധമായിട്ട് വേണ്ടതാണ്. അടുത്തൊരു കാര്യം ജനങ്ങളോടുള്ള പെരുമാറ്റമാണ്.
അധികാരം ലഭിക്കുന്ന സമയത്ത് ജനങ്ങളെ താഴ്ത്തിക്കെട്ടി കാണുന്ന രീതി പലപ്പോഴും അധികാരത്തിൽ ഈ കഴിഞ്ഞ ഗവൺമെൻറ് മാത്രമല്ല അതിൻ്റെ മുമ്പത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സംഗതികളിലൊന്നാണത്. അപ്പോൾ അധികാരം ലഭിക്കുന്ന സമയത്ത് ജനങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതിന് പകരം ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും ജനങ്ങളെ കീഴാളന്മാരായി കാണുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യാസപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ്. പലപ്പോഴും അധികാരമില്ലാതിരിക്കുന്ന സമയത്തും ചില ആളുകളിൽ നിന്ന് അത്തരത്തിലുള്ള സമീപനങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അധികാരം ലഭിക്കുന്ന സമയത്ത് ജനങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് ധാർഷ്ട്യം വരുമെന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. അത് ഇരുമുന്നണികളും ശ്രദ്ധിക്കേണ്ട സംഗതികളിൽ. യെസ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതിപ്പോൾ മതപരമായിട്ടുള്ള അവകാശങ്ങളാവാം. അപ്പോൾ നമുക്ക് മതപരമായിട്ടൊരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ ചോദിക്കുന്ന വേളയിൽ തീവ്രവാദ ചാപ്പ അല്ലെങ്കിൽ വർഗീയ ചാപ്പ കുത്തി ഒഴിവാക്കുകയാണോ ചെയ്യുക, അതോ ആ അവകാശങ്ങൾ ചോദിക്കുന്നതിന് അതിനെ പരിഗണിക്കോ? ഇപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് പെരുന്നാൾ ലീവ്, അതേപോലെയുള്ള വേറെ ഇപ്പോൾ ചില പരീക്ഷകളൊക്കെ കറക്റ്റ് വെള്ളിയാഴ്ചയുടെ ഉച്ച സമയത്തൊക്കെ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഒന്നങ്ങനെ കൊണ്ടുപോയി വെക്കാം. ഒരു പ്രധാനപ്പെട്ട 30-30% പോപ്പുലേഷനുള്ള സമുദായമാണ് മുസ്ലിം സമുദായം. ക്രൈസ്തവർക്ക് അവരുടെ ആവശ്യങ്ങളുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനത്തെ ആവശ്യങ്ങളുള്ള സമുദായങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇത്തരം തീരുമാനിക്കാനുള്ള ഒരു കാര്യം. രണ്ട്, ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ വർഗീയമായി കാണാതിരിക്കുക എന്നുള്ളതും അതിനെ അരികുവൽക്കരിക്കുക എന്നുള്ളതും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് മലബാറുമായിട്ട് ബന്ധപ്പെട്ട അവകാശങ്ങൾ. മലബാറിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുക ചെയ്യുന്നത്. കാരണം +2 ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ സമയത്തും അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസേണിലൊന്നാണ് ആവശ്യത്തിനുള്ള സീറ്റ് അവിടെ ഇല്ല. ഇത് എത്ര വർഷം ഇത് ആവർത്തിക്കുന്നു. ഇത് ഒരു മുന്നണിയല്ല കേട്ടോ. LDF UDF ഭരിച്ച എത്രയോ കാലമായി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ അത്രയും കാലത്തിൽ ഇപ്പോൾ അവസാനം 15, 20, 30 കൊല്ലമായിട്ട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ട് തെക്കൻ കേരളവും വടക്കൻ കേരളവും പരിശോധിച്ച് കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോൾ പാലക്കാട് 10,000 മലപ്പുറം 20,000, അങ്ങനെ 10,000 കുട്ടികൾ പുറത്തിരിക്കുകയാണ്. തെക്കൻ ജില്ലയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സീറ്റുകൾ ഒഴിവ് കിടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മലബാറിലെ കുട്ടികൾക്ക് പഠിക്കണ്ടേ? അതേപോലെ തന്നെ മലബാറിലെ ഭരണപരമായിട്ടുള്ള പ്രശ്നം, പല ജില്ലകളും വിഭജിക്കാനുള്ള ആവശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ താലൂക്കുകൾ പല ജില്ലകളിലും കൂട്ടാൻ, ഇപ്പോൾ കണ്ണൂരിലാകെ 4 താലൂക്കേ ഉള്ളൂ, അത് കൂട്ടാനുള്ള ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മലപ്പുറം ജില്ല വിഭജിക്കാനുള്ള ആവശ്യമുണ്ട്, പാലക്കാട് ജില്ല വിഭജിക്കാനുള്ള ആവശ്യമുണ്ട്, അതുപോലെ തന്നെ മറ്റും തിരുവനന്തപുരം പോലത്തെ ജില്ലകളും വിഭജിക്കാനുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ആവശ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് എടുക്കാൻ പോകുന്നത്? മലബാറിനെ സംബന്ധിച്ച് മലബാറിൻ്റെ ആവശ്യം ഉന്നയിക്കുമ്പോഴേക്ക് ആ ആവശ്യത്തെ വർഗീയമായിട്ട് കാണാൻ തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം? ഏത് മുന്നണികളാണെങ്കിലും അതിലിപ്പോൾ UDF ഭാഗത്ത് ആര്യാടൻ മുഹമ്മദിനെ പോലത്തെ ആളുകൾ മുമ്പ് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോഴേ അതിനെതിരെ പോരാടിയുന്ന ആളുകളാണ്, അതിന് വർഗീയമാണെന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സീറ്റ് വിഭജനത്തിലാണെങ്കിലും UDF LDF ഒന്നും എടുത്ത നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആവശ്യങ്ങൾ പരിഹരിക്കുന്ന രീതിയിലുള്ളത്. അപ്പോൾ അതെന്താണ്? ഇരു മുന്നണികളും പ്രകടന പത്രികയിൽ മിണ്ടാത്ത വിഷയങ്ങളാണ്. അപ്പോൾ കൃത്യമായി ചോദിക്കേണ്ടതുണ്ട്, എന്താണ് നിങ്ങളുടെ നിലപാട്? അതിൽ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരുമോ? ഞങ്ങൾ ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോവുക എന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് ചോദിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും അതേപോലെ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തോ ഇല്ലയോ എന്നുള്ളത് അവരോട് ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. സ്വാഭാവികമായിട്ടും ഫണ്ട് പറഞ്ഞു വെക്കും. അവരുടെ പണി അതാണല്ലോ. കാരണം അവർക്കെതിരെയുള്ള ഇന്ത്യ മുന്നണിയിലെ 2 സഖ്യങ്ങളാണ്, LDF ആണെങ്കിലും UDF ആണെങ്കിലും അവർ നമ്മൾ പരമാവധി പ്രയാസപ്പെടുത്തും. പലതരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രഷർ വരും, വേറെ കേസുകൾ കൊണ്ടുവരും, റെയ്ഡ് വരും. ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇത് 2 മുന്നണികളാണെങ്കിലും ഇതൊക്കെ പ്രതീക്ഷിക്കണം. കാരണം ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഭരണത്തിൻ്റെ ആദ്യത്തെ ഒരു പകുതിക്ക് അധിക സമയം കേന്ദ്രത്തിൽ NDA ആയിരിക്കും ഉണ്ടാവുക. അവരങ്ങനെയൊക്കെ പിരിമുറുക്കിയാൽ പോലും നിങ്ങൾ അവരുടെ നയങ്ങളോട് വഴങ്ങുമോ? നിങ്ങൾ അവർ പറയുന്നത് അതേപോലെ കേൾക്കും? PM ശ്രീ നടപ്പിലാക്കി എന്നുള്ള നമുക്ക് അറിയാവുന്ന വിഷയമാണ്. ഫണ്ടായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഫണ്ടിൻ്റെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ അവർ അടിസ്ഥാന വിദ്യാഭ്യാസം നേടുന്ന സമയത്ത്, അവർ ശരികളെ പറ്റി ബേസിക്കലി പഠിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ സംഘപരിവാർ അജണ്ടകൾ കുത്തി നിറക്കാനുള്ള അത്തരത്തിൽ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനമായിട്ടുള്ള അതിനുള്ള ശ്രമമായിട്ടുള്ള PM ശ്രീ അടക്കമുള്ള കാര്യങ്ങൾ ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ നടത്തുമോ? അതേപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും PM ശ്രീ നടപ്പിലാക്കിയിട്ടുണ്ട്, LDF കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇരു മുന്നണികളും അതിൽ വഴങ്ങിയ ആളുകളാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങൾക്കും നിങ്ങൾ വഴങ്ങുമോ? പ്രസക്തമായ ചോദ്യമാണ്. സെൻട്രൽ സംവിധാനങ്ങൾക്ക് നിങ്ങൾ വഴങ്ങുമോ? അങ്ങനെ ആയിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളത്. അതുപോലെ വേറെയും വിഷയങ്ങൾ, ഇപ്പോൾ ജെൻഡർ പൊളിറ്റിക്സ് പോലെ, അതേപോലെ തന്നെ ഫെമിനിസം പോലെ, ആൻറ്റി ഫാമിലി നയങ്ങൾ പോലെ, കുടുംബവിരുദ്ധമായ കുട്ടികൾ ഉണ്ടാകുന്നതിനെതിരായിട്ടുള്ള, അതേപോലെ തന്നെ ഒരു കുടുംബ സംവിധാനത്തിനെതിരായിട്ടുള്ള, അതേപോലെ തന്നെ ജെൻഡർ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ആണാണെന്നോ പെണ്ണാണെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ബില്ല് അതിൽ വന്നിരുന്നു. അങ്ങനെ ആർക്കും സ്വയം പ്രഖ്യാപിച്ച ആണും പെണ്ണും ആകാൻ പറ്റില്ല. മെഡിക്കലി അത് വെരിഫൈ ചെയ്യണം, ബയോളജിക്കലി നോക്കണം, എന്നിട്ട് അത് സ്ത്രീയാണോ പുരുഷനാണെന്ന കാര്യം തീരുമാനിക്കാനൊക്കെ പറഞ്ഞിരുന്നു. LDF-ൻ്റെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ CPM-ൻ്റെ ഒക്കെ വിദ്യാർത്ഥി ഘടകങ്ങളും മറ്റൊക്കെ അതിനെതിരായിട്ട് അപ്പീൽ പോയിരുന്നു.
അങ്ങനെയാണോ നിങ്ങളുടെ നയം നിങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ നിങ്ങൾ ഇത്തരത്തിൽ ആർക്കും ആണാണ് പെണ്ണാണെന്ന് പറയാനും അങ്ങനെ സ്ത്രീകളുടെ അവകാശങ്ങളൊക്കെ ഒരുപാട് പുരുഷന്മാർക്ക് കവർന്നെടുക്കാനൊക്കെ നിങ്ങൾ അനുവദിക്കോ? അതിനെയാണോ നിങ്ങളുടെ നയം എന്നുള്ളത് ഇരു മുന്നണികളോട് ചോദിക്കേണ്ടത്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അവസാനം പറഞ്ഞ കുറേ വിഷയങ്ങൾ അവർ നമ്മളോട് പറയാത്ത വിഷയങ്ങളാണ്, അവർ പത്രികയിൽ ഉൾപ്പെടുത്താത്ത വിഷയങ്ങളാണ്, നമ്മൾ ചർച്ച ചെയ്യരുന്നവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ്. അവ കൃത്യമായി ചോദിക്കാനും അവരുടെ ചർച്ചയിൽ ഈ ഇലക്ഷനിൽ ഇലക്ട്രൽ ചേഞ്ച് ആയിട്ട് അത് മാറിയിട്ടില്ലെങ്കിൽ പോലും അവരുടെ ചർച്ചയിൽ അത് വരുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാനെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും പറ്റേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനും കൃത്യമായി വോട്ട് രേഖപ്പെടുത്താനും കൃത്യമായി അവലോകനം നടത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ആ തരത്തിന് എല്ലാവരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.